ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നോൺ കോഡേറ്റ ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഇന്ന് തൊട്ട് പഠിക്കാൻ പോകുന്നത് ഫൈലം കോഡേറ്റ ആണ്. നൗ ലെറ്റ് us start the class. ഫൈലം കോഡേറ്റ. എന്തുകൊണ്ടാണ് ഫൈലം കോഡേറ്റ എന്ന് പറയുന്നത്? ബിക്കോസ് ദേ ഹാവ് പ്രസൻസ് ഓഫ് നോട്ടോകോഡ്. നോട്ടോകോഡ് ഉള്ളത് കൊണ്ടാണ് ഫൈലം കോഡേറ്റ എന്ന് പറയാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഫൈലം നോൺ കോഡേറ്റയിൽ നോട്ടോകോഡ് ആബ്സെന്റ് ആണ്. ഓക്കെ, നൗ their basic characters ഏതൊക്കെയാണെന്ന് നോക്കാം. ബയലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്, സീലോമേറ്റ് ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ആൻഡ് ദേ ഹാവ് സം ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫൈലം കോഡേറ്റയ്ക്ക് മാത്രം കാണുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വൺ, presence of notochord. They have notochord present on their body. Dorsal hollow nerve cord. Nerve cord is also present. Paired pharyngeal gill slits. Gill slits കാണാം. Post anal tail. Tail കാണാം. So these are the fundamental characteristics of phylum chordata. Phylum chordata കാണുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇതൊക്കെ. ഈ ഒരു ഫിഗർ യൂസ് ചെയ്ത് ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഇത് കോഡേറ്റിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. nerve cord is present here and they have notochord കൂടി പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് they are phylum chordata. gill slits are present. pharyngeal gill slits are present and post anal partil tail കാണാം. Now let us do a comparison between chordates and non-chordates. chordatesum non-chordatesum തമ്മിലുള്ള കമ്പാരിസൺ. നമ്മൾ നോൺ കോഡേറ്റ്സിന്റെ ക്യാരക്ടേഴ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. നൗ ലെറ്റ് us compare chordates and non-chordates. chordatesന്റെ കേസിൽ നോട്ടോകോഡ് ഈസ് പ്രസന്റ്. ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് chordates. ഇൻ നോൺ കോഡേറ്റ്സ് നോട്ടോകോഡ് ഈസ് ആബ്സെന്റ്. നോൺ കോഡേറ്റ്സിൽ നോട്ടോകോഡ് ആബ്സെന്റ് ആണ്. ആൻഡ് നെർവസ് സിസ്റ്റം. കോഡേറ്റ്സിൽ നെർവസ് സിസ്റ്റം ഈസ് ഡോർസൽ സൈഡ്, ഹോളോ ആൻഡ് സിംഗിൾ. കോഡേറ്റ്സിന്റെ കേസിൽ ഡോർസൽ സൈഡിലാണ്, ഹോളോ ആണ്, സിംഗിൾ ആണ്. നോൺ കോഡേറ്റ്സിന്റെ കേസിൽ വെൻട്രൽ സൈഡിലാണ് ആൻഡ് ഇറ്റ്സ് സോളിഡ് ആൻഡ് ഡബിൾ. സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ. ആൻഡ് ഇൻ കോഡേറ്റ്സ് ഫാരിങ്സ് ഈസ് പെർഫോറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ്. നമ്മൾ നേരത്തെ നോക്കിയ ഡയഗ്രത്തിൽ കണ്ടു ഫാരിങ്സ് ഹാസ് പെർഫോറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ് ആൻഡ് ഇൻ നോൺ കോഡേറ്റ്സ് ഗിൽ സ്ലിറ്റ്സ് ആർ ആബ്സെന്റ്. കോഡേറ്റ്സിൽ ഹാർട്ട് വെൻട്രൽ സൈഡിലാണ് ആൻഡ് നോൺ കോഡേറ്റ്സിൽ പ്രസന്റ് ആണെങ്കിൽ അത് ഡോർസൽ സൈഡിലാണ്. എല്ലാ ഓർഗാനിസംസിലും ഹാർട്ട് ഇല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റ്. ആൻഡ് കോഡേറ്റ്സ് പോസ്റ്റ് ആനൽ ടെയിൽ ഈസ് പ്രസന്റ് ബട്ട് പോസ്റ്റ് ആനൽ ടെയിൽ ഈസ് ആബ്സെന്റ് ഇൻ നോൺ കോഡേറ്റ്സ്. സോ ദീസ് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. ഫൈലം കോഡേറ്റിന്റെ സബ് ഫൈലംസ് ഏതൊക്കെയാണ്? 3 സബ് ഫൈലംസ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ യൂറോകോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ, സെഫലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. ദീസ് ആർ ദ 3 സബ് ഫൈലംസ് ഓഫ് ഫൈലം കോഡേറ്റ. ഇതിൽ യൂറോകോഡേറ്റ ആൻഡ് സെഫലോകോഡേറ്റനെ പറയുന്നത് പ്രോട്ടോകോഡേറ്റ്സ് എന്നാണ്. ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി യൂറോകോഡേറ്റ ഓർ ടോണിക്കേറ്റ. നോട്ടോകോഡ് ഈസ് പ്രസന്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. ലാർവൽ സ്റ്റേജിൽ മാത്രമാണ് നോട്ടോകോഡ് കാണുന്നത്. എക്സാമ്പിൾ അസിഡിയ, സാൽപ്പ, ഡോളിയോളം, ഓൾ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ യൂറോകോഡേറ്റ്സ്. സോ യൂറോകോഡേറ്റിന്റെ കേസിൽ നോട്ടോകോഡ് കാണുന്നത് ലാർവൽ സ്റ്റേജിൽ, ലാർവൽ ടെയിലാണ്. And next subphylum is Cephalochordata. Notochord extend from head to tail. It is persistent throughout their life. സെഫലോകോഡേറ്റിന്റെ കേസിൽ നോട്ടോകോഡ് പ്രസന്റ് ആണ്, ഹെഡ് തൊട്ട് ടെയിൽ റീജിയൻ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് പെർസിസ്റ്റന്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. നോട്ടോകോഡ് അതേപോലെ ത്രൂ ഔട്ട് ദെയർ ലൈഫ് ടൈം എക്സിസ്റ്റ് ചെയ്യും. എക്സാമ്പിൾ ബ്രാങ്കിയോസ്റ്റോമ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആംഫിയോക്സിസ് ഓർ ലാൻസ്ലെറ്റ്. ആൻഡ് നെക്സ്റ്റ് സബ്ഫൈലം ഈസ് വെർട്ടിബ്രേറ്റ. Possess notochord during the embryonic period. The notochord is replaced by vertebral column in the adult, cartilaginous or bony vertebral column. So vertebrates in a കേസിൽ എംബ്രിയോണിക് പീരീഡിൽ നോട്ടോകോഡ് പ്രസന്റ് ആണ്. പക്ഷെ പിന്നീട് നോട്ടോകോഡ് റീപ്ലേസ് ചെയ്ത് അത് ഏത് ഓർഗനായി ഡെവലപ്പ് ചെയ്യും? വെർട്ടിബ്രൽ കോളമായി ഡെവലപ്പ് ചെയ്യും. വെർട്ടിബ്രൽ കോളം സം ഓർഗാനിസംസിൽ കാർട്ടിലേജിനസ് ആണ്, സോഫ്റ്റ് ബോൺ കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ചില ഓർഗാനിസംസിൽ അത് ബോണി വെർട്ടിബ്രൽ കോളാണ്. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്, പക്ഷെ എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് അല്ല. ദാറ്റ് ഈസ്
കോഡേറ്റ്സ് എന്ന് പറയണമെങ്കിൽ നോട്ടോകോഡ് പ്രസന്റ് ആയിരിക്കണം. സോ ഈ 3 സബ് ഫൈലംസും കോഡേറ്റ്സ് ആണ്. പക്ഷെ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയണമെങ്കിൽ വെർട്ടിബ്രൽ കോളം പ്രസന്റ് ആയിരിക്കണം. സോ യൂറോകോഡേറ്റ ആൻഡ് സെഫലോകോഡേറ്റയിൽ കാണുന്നത് നോട്ടോകോഡ് മാത്രമാണ്, വെർട്ടിബ്രൽ കോളം അല്ല. വെർട്ടിബ്രൽ കോളം കാണുന്നത് വെർട്ടിബ്രേറ്റ്സിൽ മാത്രമാണ്. Thus, all vertebrates are chordates but all chordates are not vertebrates. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് കൂടാതെ വെർട്ടിബ്രേറ്റ്സിനുള്ള ക്യാരക്ടേഴ്സ് ആണ് മസ്കുലാർ ഹാർട്ട് വിത്ത് 2, 3 or 4 chambers. 2, 3 or 4 chambers ഉള്ള ഹാർട്ട് കാണാം. കിഡ്നീസ് പ്രസന്റ് എന്തിനു വേണ്ടിയാണ്? ഫോർ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. പെയർഡ് അപ്പൻഡേജസ് ആണ് ഫിൻസ് അല്ലെങ്കിൽ ലിംസ് ആയിരിക്കും. ചില ഓർഗാനിസംസിന് ഫിൻസ് ആയിരിക്കും, മറ്റു ചിലതിൽ ലിംസ് ആയിരിക്കും, ഫോർ ലിംസ് ആൻഡ് ഹൈൻഡ് ലിംസ്. നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് സബ്ഫൈലം വെർട്ടിബ്രേറ്റ. സബ്ഫൈലം വെർട്ടിബ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഡിഫറെന്റ് ഡിവിഷൻ, സൂപ്പർ ക്ലാസസ്, ക്ലാസസ് എക്സെട്ര. വെർട്ടിബ്രേറ്റ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഏഗ്നാത്ത ആൻഡ് ഗ്നാത്തോസ്റ്റൊമാറ്റ. ഏഗ്നാത്ത എന്ന് പറഞ്ഞാൽ ദേ ഡസന്റ് ഹാവ് ജോ ബോൺ ഇല്ലാത്ത ഓർഗാനിസംസ് ആണ് ഏഗ്നാത്തൽ ഉൾപ്പെടുക. ആൻഡ് ഗ്നാത്തോസ്റ്റൊമാറ്റ മീൻസ് ദേ ബിയേഴ്സ് ജോ ബോൺ ഉള്ള ഓർഗാനിസംസ് ഗ്നാത്തോസ്റ്റൊമാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് ഏഗ്നാത്ത ഡിവൈഡഡ് ഇൻ ടു ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഏഗ്നാത്തയിൽ വരുന്ന ക്ലാസ് ആണ് സൈക്ലോസ്റ്റൊമാറ്റ. ആൻഡ് നെക്സ്റ്റ് ഗ്നാത്തോസ്റ്റൊമാറ്റ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 സൂപ്പർ ക്ലാസസ്. ദേ ആർ പിസസ് ആൻഡ് ടെട്രാപോഡ. പിസസ് ബിയർ ഫിൻസ്. ഫിൻസ് ഉള്ള ഓർഗാനിസംസ് ആണ് പിസസ്, ഫിഷിലൊക്കെ കാണുന്ന ഫിൻസ്. ഓക്കെ. ടെട്രാപോഡ ബിയർ ലിംസ് ഉള്ള ഓർഗാനിസംസ് ആണ് ടെട്രാപോഡ. ആൻഡ് പിസസിൽ ഉൾപ്പെടുന്ന ക്ലാസസ് ആണ് കോൺട്രിക് തൈസ് ആൻഡ് ഓസ്റ്റിക് തൈസ്. ആൻഡ് ടെട്രാപോഡയിൽ ഉൾപ്പെടുന്ന ക്ലാസസ് ആണ് ആംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മാമൽസ്. സോ ഇതാണ് വെർട്ടിബ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് സ്റ്റഡിങ് അബൌട്ട് ക്ലാസസ്. ഏഗ്നാത്തൽ ഉൾപ്പെടുന്ന ക്ലാസ് ആണ് സൈക്ലോസ്റ്റൊമാറ്റ. ഓക്കെ, ദിസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഏഗ്നാത്ത. ഇതിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസ് ആർ പെട്രോമൈസൺ ഓർ ലാംപ്രേ, മിക്സിൻ ഓർ അതർവൈസ് കോൾഡ് ഹാഗ്ഫിഷ്. ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ്? എക്ടോ പാരസൈറ്റ് ഓൺ സം ഫിഷസ്. ഈ ഓർഗാനിസംസ് എക്ടോ പാരസൈറ്റ് ആണ്. ചില ഫിഷിന്റെ മേലെ ഫിഷിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പാരസൈറ്റ് ആണ് മെമ്പേഴ്സ് ഓഫ് ദിസ് ക്ലാസ്. ഇലോങ്ങേറ്റഡ് ബോഡി ബിയറിംഗ് 6 to 15 pairs of gill slits for respiration. ഇലോങ്ങേറ്റഡ് ബോഡി ആണ്, 6 to 15 pairs of gills കാണാം. എന്തിനാണ് ഗിൽസ് ഉപയോഗിക്കുന്നത്? ഫോർ റെസ്പിറേഷൻ. സക്കിംഗ് ആൻഡ് സർക്കുലർ മൗത്ത് വിത്തൗട്ട് ജോസ്, സോ ദേ ആർ കോൾഡ് ജോലെസ് വെർട്ടിബ്രേറ്റ്. സർക്കുലർ ആൻഡ് സക്കിംഗ് മൗത്ത് ആണ്, ജോ ആബ്സെന്റ് ആണ്. ദാറ്റ് ഈസ് വൈ ദേ ആർ ബിലോങ്ങിങ് ടു ദ ക്ലാസ് ഏഗ്നാത്ത ആൻഡ് ദേ ആർ കോൾഡ് ജോലെസ് വെർട്ടിബ്രേറ്റ്സ്. ബോഡി ഈസ് റിവോയ്ഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയർഡ് ഫിൻസ്. സ്കെയിൽസും പെയർ ചെയ്തിട്ടുള്ള ഫിൻസും ആബ്സെന്റ് ആണ്. ഡിവോയ്ഡ് മീൻസ് ആബ്സെന്റ്. ക്രാനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം ആർ കാർട്ടിലേജിനസ്. ഈ ഓർഗാനിസംസിന്റെ ക്രാനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം കാർട്ടിലേജ് കൊണ്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. കാർട്ടിലേജ് മീൻസ് സോഫ്റ്റ് ബോൺ. സർക്കുലേഷൻ ക്ലോസ്ഡ് ടൈപ്പ് ആണ്. ക്ലോസ്ഡ് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഈസ് പ്രസന്റ് ഹിയർ. ആൻഡ് ദേ ഹാവ് എ പെക്യുലാരിറ്റി, ദാറ്റ് ഈസ് ദേ ആർ മെറൈൻ ബട്ട് മൈഗ്രേറ്റ് ടു ഫ്രഷ് വാട്ടർ ഫോർ സ്പോണിംഗ്. മറൈൻ ഓർഗാനിസംസ് ആണ്, പക്ഷേ ഫ്രഷ് വാട്ടറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും സ്പോണിങ്ങിന് വേണ്ടി. സ്പോണിംഗ് മീൻസ് മുട്ടയിടാൻ വേണ്ടി. ആഫ്റ്റർ സ്പോണിംഗ് വിതിൻ എ ഫ്യൂ ഡേയ്സ് ദേ ഡൈ. സ്പോണിംഗ് കഴിഞ്ഞ ശേഷം പാരന്റ് ഓർഗാനിസം വിൽ ഡൈ. Their larvae return to the ocean after metamorphosis. ലാർവെ മെറ്റമോർഫോസിസ് കഴിഞ്ഞ് പിന്നീട് ഓഷ്യനിലേക്ക് തിരിച്ചു വരും. സൂപ്പർ ക്ലാസ് പിസസിൽ ഉൾപ്പെടുന്ന 2 ക്ലാസസ് ആണ് ക്ലാസ് കോൺട്രിക് തൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക് തൈസ്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഇറ്റ് വിൽ ബി ഈസി. ഓക്കെ, അതിലെ ചില ഫീച്ചേഴ്സ് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. So first let us study about class chondrichthyes. And first feature, marine with streamlined body. Marine organism ആണ്. ഇതിന്റെ ബോഡി സ്ട്രീംലൈൻഡ് ആണ്. ഈ ഓർഗാനിസംസിന് വെള്ളത്തിലൂടെ സ്മൂത്ത് ആയി മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് സ്ട്രീംലൈൻഡ് ബോഡി. ആൻഡ് ദേ ഹാവ് കാർട്ടിലേജിനസ് എൻഡോസ്കെലട്ടൻ. സ്കെലട്ടൻ കാർട്ടിലേജിനസ് ആണ്, സോഫ്റ്റ് ബോൺ കൊണ്ടാണ് സ്കെലട്ടൻ ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് വെൻട്രൽ മൗത്ത് കാണുന്നത് വെൻട്രൽ സൈഡിലായിട്ടാണ്. ഇതിലുള്ള ഫിഷസിന്റെ മൗത്ത് വെൻട്രൽ സൈഡിലാണ്. ഗിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ് വിത്തൗട്ട് ഓപ്പർക്കുലം ഓർ ഗിൽ കവർ. ഗിൽ സ്ലിറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ആണ്, പക്ഷെ അതിന് ഗിൽ കവർ ഇല്ല. ഓപ്പർക്കുലം ആബ്സെന്റ് ആണ്. ആൻഡ് ദേ ഹാവ്
പ്ലെക്കോയിഡ് സ്കെയിൽ. കാർട്ടിലേജിനസ് ഫിഷസിൽ കാണുന്ന സ്കെയിൽസ് ആണ് പ്ലെക്കോയിഡ് സ്കെയിൽസ്. ഓക്കെ, ആൻഡ് ഇൻ ദീസ് ഓർഗാനിസംസ് they have a particular feature, that is air bladder is absent, so they have to swim constantly to avoid sinking. എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്, അതുകൊണ്ട് ഈ ഓർഗാനിസംസിന് കോൺസ്റ്റന്റ് ആയി സ്വിം ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അവ സിങ്ക് ചെയ്ത് പോകും, മുങ്ങിപ്പോകും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂസ് ആയി സ്വിം ചെയ്യും. ഫെർട്ടിലൈസേഷൻ ഇസ് ഇന്റേണൽ ആൻഡ് ദേ ആർ വിവിപാരസ്. വിവിപാരസ് മീൻസ് ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ്. ഈ ഫീച്ചേഴ്സ് ഒക്കെ ക്ലാസ് ഓസ്റ്റിക്ടൈസുമായി കമ്പയർ ചെയ്യാം. സോ ക്ലാസ് ഓസ്റ്റിക്ടൈസിൽ ഉൾപ്പെടുന്നത് മെറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. നേരത്തെ പറഞ്ഞു മെറൈൻ ഓൺലി. ഓക്കെ, മെറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ്, ഇതിന്റെ ബോഡിയും സ്ട്രീം ലൈൻഡ് ആണ്. ആൻഡ് ദേ ഹാവ് ബോണി എൻഡോസ്കെലട്ടൺ. ബോണി ആണ് സ്കെലട്ടൺ ആൻഡ് ടെർമിനൽ സൈഡിലാണ് മൗത്ത്, നോട്ട് ഓൺ വെൻട്രൽ സൈഡ്, ടെർമിനൽ സൈഡ്. ആൻഡ് ദീസ് ഓർഗാനിസംസ് ഹാവ് 4 pairs ഓഫ് ഗിൽസ് വിച്ച് ആർ കവേർഡ് ബൈ ഓപ്പർക്കുലം. ഗിൽസ് കാണാം, ഗിൽസിനെ കവർ ചെയ്തിട്ട് ഗിൽ കവർ കൂടി കാണാം. സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെൽസ് ആണ് കാണുന്നത്. ആൻഡ് ദേ ഹാവ് എയർ ബ്ലാഡർ. എയർ ബ്ലാഡർ ഈസ് പ്രസന്റ്. ദിസ് റെഗുലേറ്റ്സ് ബയോൻസി. എയർ ബ്ലാഡർ കാണുന്നുണ്ട്, അതുകൊണ്ട് ഇതിന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും. ആൻഡ് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഷൻ സീൻ ഇൻ ദിസ് ഓർഗാനിസം ഈസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ. ഓർഗാനിസംസ് കാണിക്കുന്നത് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ആൻഡ് ദേ ആർ ഓവിപാരസ്, ദേ ആർ ലേയിങ് എഗ്സ്. ഈ ക്യാരക്ടേഴ്സ് കൂടാതെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുന്ന ഓർഗാനിസംസിന്റെ ക്യാരക്ടേഴ്സ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. Now let us discuss other features of class Chondrichthyes. അതിൽ ഫസ്റ്റ് ക്യാരക്ടർ, നോട്ടോകോഡ് is persistent throughout lifetime. Notochord is present and powerful jaws. They have powerful jaws and they are predaceous organisms. Predaceous animals ആണ്. In these organisms heart is two-chambered. Two-chambered heart ആണ്. And the organisms are dioecious. Dioecious ആണ്. Dioecious means sexes are separate. In case of male organism, pelvic fin has claspers. Pelvic finil claspers കാണാം. And they are poikilothermous organisms, cold-blooded organism. Poikilothermous means cold-blooded. They lack the capacity to regulate their body temperature. Body temperature regulate ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് they have cold blood. ക്ലാസ് കോൺട്രിക്ടൈസിൽ ഉൾപ്പെടുന്ന ചില മെമ്പേഴ്സിന് ഇലക്ട്രിക് ഓർഗൻസ് കാണാം, പോയിസൺ സ്റ്റിങ്ങും കാണാം. ഇലക്ട്രിക് ഓർഗൻസ് ഉള്ള മെമ്പറാണ് ടോർപിഡോ ആൻഡ് പോയിസൺ സ്റ്റിങ് ഉള്ള ഓർഗാനിസം ആണ് ട്രിഗോൺ. ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ദിസ് ക്ലാസ് ഇൻക്ലൂഡ് സ്കോളിയോഡൻ ഓർ ഡോഗ് ഫിഷ്, പ്രിസ്റ്റിസ് ഓർ സോഫിഷ്, കാക്രോഡൻ ഓർ വൈറ്റ് ഷാർക്ക്, ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്, ആൻഡ് വി ഓൾറെഡി ഡിസ്കസ്ഡ് ട്രിഗൺ ഓർ സ്റ്റിംഗ് റേ. ഇതൊക്കെയാണ് എക്സാമ്പിൾ. ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്, ഹാർട്ട് ഈസ് two-chambered. ഹാർട്ട് 2 chambered ആണ്. ഈ ഓർഗാനിസംസും കോൾഡ് ബ്ലഡഡ് ആണ്. ഡയോഷ്യസ് ഓർഗാനിസംസ് ആണ്. ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. മെറൈൻ ഓർഗാനിസംസ് എക്സോകീറ്റസ് ഓർ ഫ്ലൈയിങ് ഫിഷ്, ഹിപ്പോകാമ്പസ് ഓർ സീ ഹോസ്. ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ് ലേബിയോ ഓർ റോഹു, കട്ല ഓർ കട്ല, ക്ലാരിയസ് ഓർ മഗർ. അക്വേറിയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഓർഗാനിസംസ് ആണ് ബേട്ട ഓർ ഫൈറ്റിംഗ് ഫിഷ്, ടിറോഫിലം ഓർ ഏഞ്ചൽ ഫിഷ്.